കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിൽ UDF തൂത്തുവാരിയിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ 5 സീറ്റാണ് ഇപ്പോൾ അധികം കിട്ടിയിരിക്കുന്നത്. LDFന് കഴിഞ്ഞ പ്രാവശ്യം 15 സീറ്റും UDFന് 21 സീറ്റുമായിരുന്നു. ഇപ്പോൾ അത് മാറി UDFന് 26 സീറ്റും LDFന് 11 സീറ്റാക്കി ചുരുങ്ങുകയും ചെയ്തു. അതിനേക്കാൾ വലിയ പ്രത്യേകത വമ്പന്മാരായിരിക്കുന്ന LDF സ്വതന്ത്ര നേതാക്കളും കടപുഴകി വീണു എന്നുള്ളതാണ്. വായോളി മുഹമ്മദ് മാഷർ, കാരാട്ട് ഫൈസൽ, റസിയ ഇബ്രാഹിം, EC മുഹമ്മദ്, OP റഷീദ്, കളത്തിങ്കൽ ജമീല തുടങ്ങിയിരിക്കുന്ന ആളുകളെല്ലാം കടപുഴകി വീണു. വലിയ രീതിയിലുള്ള മുന്നേറ്റമുണ്ടായി. ഏകദേശം 700-600 അത്രയും വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ച ആളുകൾ പോലും ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ UDFൻ്റെ തരംഗം ആഞ്ഞടിച്ചു എന്നുള്ളതാണ്. കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിൽ മാത്രമല്ല, കേരളത്തിൽ തന്നെ UDFൻ്റെ തരംഗം തന്നെയാണ് എന്ന റിപ്പോർട്ട് നമ്മളൊക്കെ വായിച്ചതാണ്. അതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് കോർപ്പറേഷൻ 6 കോർപ്പറേഷനിൽ 4 എണ്ണം UDF പിടിച്ചെടുത്തു. 2 ആദ്യം ഉണ്ടായിരുന്നു, വീണ്ടും 2 പിടിച്ചെടുത്തു. LDF ഒന്നിലേക്ക് ചുരുങ്ങി. തിരുവനന്തപുരം BJP പിടിച്ചെടുത്തു എന്നൊരു പ്രത്യേകതയും ഈ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. മുനിസിപ്പാലിറ്റിയിൽ UDFന് 57 എണ്ണം ആണ്. 57 മുനിസിപ്പാലിറ്റി ഇപ്പോൾ UDF ആണ് ഭരിക്കാൻ കിട്ടിയത്. 28 എണ്ണമായിട്ട് LDF ചുരുങ്ങി, 1 BJP കിട്ടി. ജില്ലാ പഞ്ചായത്ത് നോക്കുന്ന സമയത്ത് 8 എണ്ണം UDFനാണ്, 6 എണ്ണം LDFനാണ്. അതിലും മുന്നേറ്റം UDF ഉണ്ടാക്കി എന്നുള്ളതാണ്. ബ്ലോക്ക് പഞ്ചായത്തിൽ 80 എണ്ണം UDFനാണ്, 66 എണ്ണമാണ് LDFനുള്ളത്. BJPക്ക് ഇവിടെയും ജില്ലാ പഞ്ചായത്തും അങ്ങനെ കിട്ടിയിട്ടില്ല. ഗ്രാമപഞ്ചായത്ത് നോക്കുന്ന സമയത്താണ് ഏറ്റവും വലിയ പ്രത്യേകത. 421 ഗ്രാമപഞ്ചായത്ത് UDFന് ലഭിച്ചപ്പോൾ 378 ഗ്രാമപഞ്ചായത്താണ് LDFന് ലഭിച്ചത്. കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് ഒരുപാട് എണ്ണം കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനപ്പുറം മറ്റൊരു പ്രത്യേകത, 24 ഗ്രാമപഞ്ചായത്ത് ഭരണം BJPക്ക് ലഭിച്ചു എന്നുള്ളതാണ്. BJP വലിയ മുന്നേറ്റം നടത്തിയെന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അവകാശപ്പെട്ടത് ഈ പഞ്ചായത്തിൻ്റെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്ന 2-3 വ്യക്തികളായിരുന്നു കൊടുവള്ളി മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട്. കാരാട്ട് ഫൈസലിൻ്റെ ഒക്കെ അപ്പോൾ ഇടതുപക്ഷ സഹായത്തിലേക്കാണ് സ്വർണ്ണ കേസുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം എല്ലാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന സമയത്ത് വിജയിച്ചു വരുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ പരാജയപ്പെട്ടു എന്നുള്ളത് മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അത് ചാനലുകളിലൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ വിഭാഗം LDF, അതായത് വിമതപക്ഷമായി കൊടുവള്ളിയിലെ മുസ്ലിം ലീഗിന് എതിരെ പ്രവർത്തിച്ച, അല്ലെങ്കിൽ മുസ്ലിം ലീഗിൽ നിന്ന് പിളർന്ന് മാറി നിന്ന് റെയിം ലീഗിൻ്റെ മേഖലയിലൂടെ തട്ടകമായിട്ട് പ്രവർത്തിക്കപ്പെട്ട പരമാവധി നേതാക്കന്മാർ, അത് വായോളി മുഹമ്മദ് മാസ്റ്റർ, കാരാട്ട് ഫൈസൽ, റസിയ ഇബ്രാഹിം, EC മുഹമ്മദ്, OP റഷീദ് എന്നിവരെല്ലാം ഒരേ സമയത്ത് തോറ്റത് ഇതാദ്യമായിട്ടാണ്. പരമാവധി അവർ രാഷ്ട്രീയ രംഗത്ത് സജീവമായിക്കൊണ്ട് ഈ മേഖല പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുമായിരുന്നു. ഇപ്പോൾ തന്നെ മുനിസിപ്പൽ ഭരണം കിട്ടും എന്ന പ്രതീക്ഷയിൽ വലിയ രീതിയിലുള്ള ഉത്സാഹത്തോട് കൂടിയിട്ടാണ് പ്രവർത്തന കാര്യങ്ങൾ കാഴ്ചവെച്ചത്. ജനകീയപരമായ രീതിയിൽ വലിയ ഇടപെടലുകൾ നടത്തിക്കൊണ്ടും വലിയ രീതിയിലുള്ള സഹായ കാര്യങ്ങൾ നൽകിക്കൊണ്ടൊക്കെ ഈ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന രീതിയിലാണ് എല്ലാ മേഖലയിലും ഈ സ്ഥാനാർത്ഥികളൊക്കെ പ്രവർത്തിച്ചിരുന്നെങ്കിലും ഒരു ഫലം ഉണ്ടായിട്ടില്ല. ഇപ്പോഴത്തെ റിസൾട്ട് വന്ന് നോക്കുന്ന സമയത്ത് എല്ലാം തലകുത്തനെ വീണ ഒരു രീതിയാണ്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ രാഷ്ട്രീയപരമായ രീതിയിൽ ഇപ്പോൾ പറയുന്ന സമയത്ത് UDF അല്ലാത്തൊരു ബദൽ സംവിധാനം കൊടുവള്ളിയിൽ നിലനിൽക്കാൻ പറ്റാത്ത വിധമുള്ള വലിയ വിപ്ലവകരമായിരിക്കുന്ന മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മൊത്തത്തിൽ അവർക്ക് സീറ്റ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് 11 എണ്ണമാണ് എന്നുള്ളതാണ് പ്രത്യേകത. കഴിഞ്ഞ പ്രാവശ്യത്തിനെ അപേക്ഷിച്ചിട്ട് വീണ്ടും 4 എണ്ണം കുറയാണ് ചെയ്തത്. ഒരു സീറ്റ് കൂടിയിട്ട് പോലും അവർക്ക് വലിയ ഗുണകാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ UDFൻ്റെ തരംഗമാണ് കൊടുവള്ളി മുനിസിപ്പാലിറ്റി ഉടനീളം ഉണ്ടായത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് UDFന് സാധിച്ചിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. വലിയ പ്രവർത്തന കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് UDF പ്രതീക്ഷ വെച്ചു, അതോടൊപ്പം തന്നെ LDFും പ്രതീക്ഷ വെച്ചു. ഒറ്റപ്പെട്ട രീതിയിലൊക്കെ BJPക്ക് സീറ്റ് കിട്ടുമോ എന്ന് അവരും അത് ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ആന്തരികമായിരിക്കുന്ന തരംഗങ്ങൾ വലിയ രീതിയിൽ മുന്നേറിയിട്ടുണ്ട് എന്നുള്ളത് അത് സർക്കാർ തലത്തിൽ പ്രതിപക്ഷ നേതാവ് പറയുന്ന രീതിയിൽ, അദ്ദേഹം പറഞ്ഞ രീതി കടമെടുക്കുകയാണെങ്കിൽ സർക്കാരിനെതിരെയുള്ള ഒരു വിരുദ്ധ തരംഗമായിട്ട് തന്നെ ഇത് ആഞ്ഞടിച്ചു എന്നും വേണമെങ്കിൽ പറയാൻ പറ്റും. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഈ പറയപ്പെട്ട തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വലിയ രീതിയിലുള്ള ആശ്വാസം UDFന് കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ തരത്തിലാണ് ഇതിന് മാറ്റങ്ങൾ ഉണ്ടായത്, വലിയ മുന്നേറ്റം ഉണ്ടായത് എന്ന് ചുരുക്കം.
അപ്പോൾ ഇവിടെ കേരളത്തിലാണെങ്കിലും മറ്റ് മേഖലയിലാണെങ്കിലും ഒക്കെ ഈ ജില്ലാ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ജില്ലാ പഞ്ചായത്ത് മേഖലകൾക്കപ്പുറം പ്രാദേശിക തലത്തിലും സാധാരണക്കാർക്കിടയിലും വലിയ രീതിയിലുള്ള UDF തരംഗം ഉണ്ട് എന്നതിനാൽ മുൻപ് EK നായനാർ പറഞ്ഞ രീതിയിലൊക്കെ പറയുകയാണെങ്കിൽ പിരിച്ചുവിട്ടിട്ട് പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് വേണ്ടത് എന്ന് ചുരുക്കം.